ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് 100% വിജയിക്കും എന്ന് കരുതി അതിൻ്റെ പ്രവർത്തനങ്ങളുമായി എല്ലാ മനുഷ്യരും അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് ആകസ്മികമായി ഈ ഒരു ദാരുണമായ ഒരു സംഭവം ഉണ്ടാകും. സത്യത്തിൽ എൻ്റെ ഒരു പര്യടനം ആരംഭിച്ച ദിവസമാണ്. നമുക്ക് വളരെ ഞെട്ടലും വളരെ പ്രയാസം ഉണ്ടാക്കിയ ഒരു സാഹചര്യമാണ്. പക്ഷേ ആ സംഭവത്തെ, ആ 2 ക്രിമിനലുകളായിട്ടുള്ള ആളുകളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു സംഭവത്തെ അത് നമ്മുടെ മേലെ അടിച്ചേൽപ്പിക്കണം. നിങ്ങൾക്കറിയോ, അന്ന് തൃശ്ശൂർ ജില്ലയുടെ CPMന്റെ സെക്രട്ടറി എന്ന് പറയുന്നത് കണ്ണൂരുകാരനായിട്ടുള്ള EP ജയരാജനാണ്. അദ്ദേഹം കണ്ണൂരിൽ നിന്ന് ആയിരക്കണക്കിന് ഗുണ്ടകളെ ഇങ്ങോട്ട് ഇറക്കി വന്നു. കലാപങ്ങൾ എത്രയോ മരണത്തിന്റെ മറവിൽ അത് അദ്ദേഹം നടത്തിയ പ്രചരണം അങ്ങനെയായിരുന്നു. ഞാൻ ഈ ഇപ്പോൾ ഇയാൾ പറയുന്നത് പോലെ തന്നെ ഗുണ്ടകൾ അല്ലെങ്കിൽ അക്രമകാരികളെ അയച്ചത് ഞങ്ങളുടെയൊക്കെ അറിവോടെയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സംഭവം. പക്ഷെ സത്യത്തിൽ അവിടെ സംഭവിച്ചത് ഒരു പ്രാദേശികമായിട്ടല്ല. അവിടെ ഒരു കൊടികുത്തിയ വിഷയം അതിനപ്പുറത്താണ് ഉണ്ടായത്. പക്ഷെ ഇവർ വന്ന് ഒരു കടയിൽ നിന്ന്, ഇപ്പോൾ ഉള്ള ചെയർമാൻ AH അക്ബറും KP വത്സനും കടയിൽ നിന്ന് എന്തോ കഴിക്കുകയാണ്, സോഡ കുടിക്കുകയാണ്, മറ്റെന്തോ കഴിക്കുകയാണ്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന 2 ആളുകളുമായി വാക്കേറ്റത്തിൽ ഏർപ്പെടുകയാണ്. അവർ ഈ കൊടികുത്തിയ സ്ഥലത്തുള്ള ആളുകളും അല്ല, അതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ പങ്കാളികളുമല്ല. ഇവർ വന്നിരുന്ന് അത് കഴിഞ്ഞതിന് ശേഷം അതെല്ലാം അവസാനിപ്പിച്ച് തിരിച്ചു വന്നതിന് ശേഷം ഒരു കടയിലിരുന്ന് സോഡ കഴിച്ച് അവിടെ നിന്ന് എന്തോ ഇത് സംസാരിക്കുന്നതിനിടയ്ക്ക് ആ കടയിലുണ്ടായിരുന്ന ആളുകളുമായി ഉണ്ടായ വാക്കുകൾക്കാണ് ഈ കൊലപാതകത്തിലേക്ക് പോയത്. അത് മുസ്ലിം ലീഗിന്റെ ആൾക്കാരും ആയിരുന്നില്ല. അല്ല, അത് പറഞ്ഞാണ് ഒരുപക്ഷെ UDFന് പിന്തുണക്കുന്ന ഓരോ അനുഭാവികളൊക്കെ ആയിരിക്കാം. പാർട്ടിയുടെയോ കോൺഗ്രസിന്റെയോ മുസ്ലിം ലീഗിന്റെയോ ഒരു സ്ഥാനങ്ങളിലോ ഒരു മെമ്പർഷിപ്പോ ഉള്ള ആളുകളൊന്നല്ല. ആ ആളുകളെ നമ്മുടെ പേര് പറഞ്ഞിട്ടാണ് അക്രമം അടിച്ചത്. അക്രമം പകൽ സമയം കടകൾ കൊള്ളയടിക്കുക, കാറുകൾ, വീടുകളൊക്കെ കത്തിക്കുക, എത്രമാത്രം ഭീകരമായ രീതിയിൽ അവിടെ അക്രമം നടത്തിയിട്ട് ഇവിടെ UDFന്റെ ആളുകളെ ഒറ്റപ്പെട്ടു. കാരണം അത്തരത്തിലൊരു മുനിസിപ്പൽ ചെയർമാനാണല്ലോ കൊല്ലപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും അതിൽ എല്ലാവർക്കും, എല്ലാ മനുഷ്യരെ സംബന്ധിച്ചുള്ള, മനുഷ്യർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വികാരങ്ങളുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചാൽ എല്ലാവർക്കും വല്ലാത്ത പ്രയാസം ഉണ്ടായ ഒരു ഘട്ടമാണ്. ആ സഹതാപം ഒരു ഭാഗത്ത്, രണ്ടാമത്തെ ഇവർ അക്രമം നടത്തി ഇവിടുന്ന് UDFന്റെ ആളുകളെ ഒക്കെ നിശബ്ദരാക്കുന്ന ഒരു സ്ഥിതിവിശേഷം. ഈ രണ്ടും നടത്തി ഏകപക്ഷീയമായ തെരഞ്ഞെടുപ്പ് അട്ടിമറിയിലൂടെയാണ് അന്ന് അവർ ജയിച്ചത്. അല്ലാതെ അവരുടെ ഒരു പിൻബലം, രാഷ്ട്രീയ പിൻബലത്തിൽ ജയിച്ചു എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ആ സാഹചര്യമാണ് അന്നുണ്ടായത്. അതിപ്പോൾ വീണ്ടും കൊണ്ടുവന്നിട്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല.